ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ കലൂര് ലൂർദ് മാതാ പള്ളിയുടെ വകാംഗമാണ്. സാക്ഷ്യം വൈകിയതിന് ഞാൻ അമ്മ മാതാവിനോട് ക്ഷമയാചിക്കുകയാണ്. ഞാനൊരു നേഴ്സാണ്. സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 വർഷം കൂടിയാണ് നാട്ടിൽ വരുന്നത്. എനിക്കൊരു മോളുണ്ട്. മോൾ ജനിച്ച് 8 വർഷമായി. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി അധികം പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു L5S1 ഡിസ്ക് ബൾജ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഞാൻ നവംബർ 20-ാം തീയതിയാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഒരു കാര്യമാണ്, എനിക്കൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതായിട്ടൊരു കുഞ്ഞിനെ വേണം എന്നായിരുന്നു. ആ സമയത്ത് ഡിസംബർ 9 ദിവസം മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്നു. അത് ഞാൻ മുടങ്ങാതെ കൂടി. ആ സമയത്ത് നൊവേനയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഈ 9-ാം ദിവസം നിങ്ങൾ എന്ത് ചോദിച്ചാൽ തന്നെയും മാതാവ് നൽകുമെന്ന് പറഞ്ഞു. ഞാനൊരു കുഞ്ഞിന് വേണ്ടിയാണ് ചോദിച്ചത്. ആ മാസം ഫെബ്രുവരിയിൽ ഞാൻ കൺസീവായി. എൻ്റെ ഫാമിലി അവിടെ വിസിറ്റിംഗ് വിസയിലായിരുന്നു. അങ്ങനെ ഒരു നാട്ടിൽ തിരിച്ചു പോയി. കൺസീവ് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നീടുള്ള പ്രശ്നങ്ങളെല്ലാം വന്നത്. കൺസീവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ യൂട്രസിൽ നിന്ന് കുഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞെന്തായാലും 3 മാസം പോലും തേക്കില്ല, കാരണം നിങ്ങളുടെ അബോർഷനുള്ള സാധ്യത 90% കൂടുതലാണ്. അതുകൊണ്ട് ഈ സൗദി അറേബ്യയിലുള്ള പോലുള്ള സ്ഥലത്ത് അബോർഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ യൂട്രസ് സർവിക്സ് ഫ്യൂച്ചർ ചെയ്യാം, എന്നിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ജോലിക്ക് പ്രോബ്ലം വരും, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ജോലിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് ഡോക്ടറിനോട് പറഞ്ഞു, കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്, കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻപോട്ട് പോയി. 1.5 മാസത്തിനിടയ്ക്ക് എനിക്ക് 9 പ്രാവശ്യം ഒരു സ്കാനിങ് ചെയ്തു. ഓരോ പ്രാവശ്യത്തെ സെർവിക്കൽ ലെങ്ത്തും ഞാൻ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എൻ്റെ റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് മേടിച്ച് അത് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഓരോ സ്കാനിങ്ങിലും സെർവിക്സിൻ്റെ ലെങ്ത്ത് കൂടി വന്നു. അങ്ങനെ 5 മന്ത് ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, അപ്പോഴും ഡോക്ടറിനൊരു സംശയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, അവരൊരു ഈജിപ്ഷ്യനാണ്, അപ്പോൾ എനിക്ക് ഉറപ്പില്ല, നിൻ്റെ ഇത് അബോർഷനാവാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് പ്രോബ്ലം ആവും, അതുകൊണ്ട് നീ എനിക്ക് കൺസെൻറ്റ് സൈൻ ചെയ്ത് തരണം, അതായത് നീ റെഫ്യൂസ് ചെയ്തിട്ടാണ് എൻസർക്കുലേറ്റ് ചെയ്യാത്തതെന്നുള്ളതിന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തന്നെ കൺസെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തു. എൻ്റെ ഫാമിലി ഒന്നും അവിടെ ഇല്ലാതിരിക്കെ തന്നെ ഞാൻ ആരോടും അഭിപ്രായമൊന്നും ചോദിച്ചില്ല. കൃപാസനം മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ കൺസെൻറ്റ് സൈൻ ചെയ്തു. 8-ാം മാസത്തിൽ ഞാൻ പ്രീ ടൈമായിട്ട് ഡെലിവറി ആയി. സെയിം ഡേറ്റിൽ തന്നെ മൂത്ത മോളുടെ സെപ്റ്റംബർ 9-ാം തീയതി തന്നെ ഡെലിവറി ആയി, നോർമൽ ഡെലിവറി. ആ സമയത്തും ഡോക്ടർ അവൈലബിൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് പെയിൻ വന്ന സമയത്ത് എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് മാതാവ് നിശ്ചയിച്ച പോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ചേച്ചി ലേബർ റൂമിൽ ആ സമയത്ത്, ചേച്ചി ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ പോകാനിരുന്നതാണ്. ചേച്ചിക്ക് ഞാനിപ്പം എല്ലാ ദിവസവും 5 ജപമാല വീതം ഓരോ ദിവസവും ചൊല്ലുമായിരുന്നു. അത് മുടങ്ങാതെ തന്നെ 5 ജപമാല. വെളുപ്പിന് 5:30 ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലുമായിരുന്നു. അപ്പം ചേച്ചി എൻ്റെ ഡെലിവറിയുടെ ആ സമയത്ത് അതേ ദിവസം ചേച്ചിയുടെ വെക്കേഷൻ പോസ്റ്റ്പോണ്ടായി. വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചേച്ചി അന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് കയറി. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടുകാരേക്കാളധികം സപ്പോർട്ട് ചേച്ചി തന്നു. നോർമൽ ഡെലിവറിയായി. പ്രീ ടൈം ആയിരുന്നെങ്കിൽ കൂടി 2.4 kg കുഞ്ഞിനെ ലഭിച്ചു. ഒരു പ്രശ്നവുമില്ല, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെയാണ് കിട്ടിയത്. പരിശുദ്ധമായിരിക്കുന്ന ദൈവദാനം നന്ദി പറയാം. സഹോദരിയുടെ സാക്ഷ്യം പറയണത്, ആദ്യം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നെ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഓവുലേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ട്രൈ ചെയ്താലും കുഞ്ഞുണ്ടായാലും അത് അബോർട്ടായി പോകുമെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് ഇവിടുത്തെ നൊവേന 9 ദിവസത്തെ കൃപാസനത്തിൽ നൊവേന കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകള് ശരിക്കും കൺസീവ് ആകുന്നത്. പക്ഷേ കൺസീവ് ആയതിനു ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് യൂട്രസിൽ നിന്നും കുഞ്ഞ് ഇറങ്ങിപ്പോരുന്നൊരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്ക് ഇനി എന്തായാലും 3 മാസം പോലും കുഞ്ഞിന് അത്രയും ഇതുണ്ടാവില്ല, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയുടെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു കൊണ്ടിരുന്നു.
പിന്നെ അവിടെ ഡെലിവറി ആകുന്ന സമയം എന്ന് പറയുന്നത് ശരിക്കും നോക്കാൻ ആരുമില്ല. അപ്പോൾ അത് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുമില്ല, കൂടെ ആരുമില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവ് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ സഹോദരി അതിന് കൺസെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് എനിക്കൊന്നും വരില്ല, അമ്മ എന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ സഹോദരി ആരുമില്ലാതെ ചെയ്യണത്. പക്ഷേ അങ്ങനെ അമ്മയുടെ മുമ്പിലും വിശ്വാസത്തിൽ അമ്മയുടെ മുമ്പിലും അവിടെ ഇറച്ച് നിൽക്കുമ്പോഴും വേറൊരു സഹോദരിയെ അവിടെ വെക്കേഷന് പോകാണ്ടിരുന്ന ആളെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് ഈ സഹോദരിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മ അവിടെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ശരിക്കും നോർമൽ ഡെലിവറിലൂടെ തന്നെ നല്ലൊരു കുഞ്ഞിനെ, അതായത് ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പരിശുദ്ധ അമ്മ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അതായത് ജസ്റ്റ് നമ്മൾ കുറച്ച് ഉടമ്പടി ചെയ്യുന്ന ഓൺലൈൻ ഉടമ്പടിയാണ്. പക്ഷേ എത്ര ലോകത്തിൻ്റെ ഏത് അതിർത്തിയിരുന്നാലും പരിശുദ്ധ അമ്മ നിൻ്റെ ഒരു വെളിപ്പുറത്താണെന്നാണ് ഈ നമുക്ക് സാക്ഷ്യം പറഞ്ഞു തരുന്നത്. എത്ര ദൂരെ ഇരുന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അമ്മയെ വിളിച്ച കൃപാസന മാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ച് വരും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതാണ് ഈശോനാഥൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഈശോ പറഞ്ഞിരിക്കണം യോഹന്നാൻ്റെ 14:18 പ്രകാരം. അതായത് ഒറ്റപ്പെട്ടു പോയാലും ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല, അനാഥയായിട്ട് വിടുകയില്ല, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളതാണ്. ഉടമ്പടി ചെയ്ത മക്കൾക്ക് ഒരിക്കലും ഒരു അനാഥത്വം ഉണ്ടാകുകയില്ല, സ്വന്തമായിട്ട് ദൈവം ഉണ്ടാകും, പരിശുദ്ധ അമ്മയുണ്ടാകും. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും.